ഇപ്പോൾ ലൈവില് എവിക്ഷന്റെ സമയത്തോട് അടുത്തിട്ടുണ്ട്. മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈവിൽ എവിക്ഷന്റെ ആ ഒരു ടാസ്ക് നടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എവിക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കോണ്ടന്റിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നൂറ, ഐ ആം എക്സ്ട്രീംലി സോറി. അതായത് ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യമായിരുന്നില്ല. ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് ഞാൻ ആദ്യം ഈ പറയുന്ന അനുമോള് ടിഷ്യൂ പേപ്പർ എടുത്ത് നെവിനെയും അക്ബറിനെയും കാണിച്ച കാര്യം പറഞ്ഞത്. പക്ഷെ കമന്റ്സ് ഒക്കെ വന്ന് പിന്നെ അങ്ങോട്ട് ഈ പറയുന്ന യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ നൂറ എന്തോ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ കണ്ടപ്പോൾ ആ ഒരു ബ്രേക്കിംഗ് ആയിട്ട് ഞാനും ആ ഒരു കോണ്ടന്റ് ഞാൻ അതും ചെയ്തു. ഞാനും അത് പറഞ്ഞു. നൂറ ആ തെളിവ് നശിപ്പിച്ചു, നൂറ അനുമോളുടെ നമ്പർ എടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അങ്ങനെയായിരുന്നില്ല. അത് നൂറയുടെ ഭാഗത്തെ തെറ്റല്ല. നൂറ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. നൂറനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. സോറി നൂറ. ആ ഒരു കാര്യം നിങ്ങളും അതുപോലെ കമന്റ്സ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളും അത് അക്സെപ്റ്റ് ചെയ്യുക. നൂറ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പൊ ലൈവിൽ നടന്ന മറ്റൊരു കോൺവെർസേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമ്പോർട്ടന്റ് ആണ് എന്ന് എനിക്ക് തോന്നി. അനീഷിനോട് അക്ബർ ചോദിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, ഷാനവാസ്, നെവിൻ ഒഴിച്ച്, ഐ തിങ്ക് നെവിൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അവിടെ ഷാനവാസ് അനീഷിനെ ഇങ്ങനെ പഴയ അനുമോളുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഫണ്ണാക്കുന്നുണ്ട്. അതായത് അനുമോൾ എന്ത് തെറ്റ് ചെയ്താലും അനുമോൾ എന്ത് തെറ്റ് ചെയ്താലും അനീഷ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഉപ്പുണ്ടെങ്കിലും ഉപ്പില്ലെങ്കിലും ഒക്കെ ഉപ്പ് കറക്റ്റ് ആണെന്ന് പറയുക, ഇമാതിരി കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അനുമോൾ കേൾക്കുന്നില്ല. അനുമോൾ അതിന് ശേഷമാണ് അവിടേക്ക് വരുന്നത്. അപ്പൊ അക്ബർ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, പ്രണയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം യാന്ത്രികമാണ്. പിന്നെ അവരുടെ വീഴ്ചകളും തെറ്റുകളും എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ പറയുന്ന അനുമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് മാറി പകരം അക്ബർ അനീഷിനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഒരു സിനിമയ്ക്ക് എഴുതാനോ അങ്ങനെ എഴുത്തിലേക്ക് പോകുമോ അതോ വിവാഹം നോക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, എനിക്കിപ്പം 39 വയസ്സായി, ഉറപ്പായിട്ടും ഇപ്പൊ എനിക്ക് വിവാഹം കഴിക്കാനുള്ളൊരു പ്രായമാണ് എന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും വിവാഹം നോക്കും, നിർബന്ധമായിട്ടും വിവാഹം നോക്കുമെന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത് അനുമോൾ ഇരിപ്പുണ്ട്. അനുമോൾ യാതൊരു മൈൻഡും കൊടുക്കുന്നില്ല. അനുമോളുടെ മുഖത്ത് പക്ഷെ ഒരു സങ്കടമുണ്ട്. അത് ഇതിന്റെ സങ്കടമായിരിക്കണം എന്നില്ല. ഓൾറെഡി അനുമോൾ സങ്കടപ്പെട്ടാണ് നിൽക്കുന്നത്. എഗെയിൻ അക്ബർ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡിമാൻഡ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അനീഷ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിമാൻഡ് ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, പക്ഷെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. ഹൈറ്റിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഹൈറ്റ് കൂടിയത് വേണോ കുറഞ്ഞത് വേണോ എന്നൊക്കെ ഇങ്ങനെ അക്ബർ ഇട്ടിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് എന്തായാലും വിവാഹം കഴിക്കാൻ മുന്നിൽ ഒരു വിവാഹം കഴിക്കുക എന്നുള്ളൊരു തീരുമാനം അനീഷിനുണ്ട്.